ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചക്രമണി ക്ലാസ്സസ്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സൊക്കെ എല്ലാം കാണുന്നുണ്ടോ? നമ്മുടെ ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട്? കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ടല്ലോ. നിങ്ങളുടെ കമൻറ്റുകൾ ഇടാൻ മറക്കണ്ട. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് AKGയെ കുറിച്ചാണ്. AKGയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. AKG ജനിക്കുന്നത് 1904. AKGയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1904 മുതൽ 1977 വരെയാണ്. 1904 1977 ആണ് AKG. 1904 1977 1904 ഒക്ടോബർ 1 മുതൽ 1977 മാർച്ച് 22 വരെയാണ്. ഒക്ടോബർ 1 മാർച്ച് 22 വരെ. ഇനി AKG ജനിക്കുന്ന എവിടെയാണ്? കണ്ണൂർ തലശ്ശേരിയിലാണ് AKG ജനിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് ജനിക്കുന്നത്. 1904 ഒക്ടോബർ 1. ഇനി AKGക്കുള്ള വിശേഷണം എന്താണ്? മെയിനായിട്ട് നമ്മൾ AKGയെ കുറിച്ച് കൂടുതലായിട്ട് കേട്ടിട്ടുള്ള വിശേഷണമാണ് പാവങ്ങളുടെ പടത്തലവൻ. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AKG ആണ്. പാവങ്ങളുടെ പടത്തലവൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാണ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാണ് AKG. പാവങ്ങളുടെ പടത്തലവൻ, ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് AKG ആണ്. ഇനി അതുപോലെ ഇന്ത്യയിൽ ആദ്യത്തെ ലോക്സഭ ഉണ്ടല്ലോ, ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യത്തെ അനൗദ്യോഗിക പ്രതിപക്ഷ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? AKG ആണ്. ആദ്യത്തെ അനൗദ്യോഗിക പ്രതിപക്ഷ നേതാവ് എന്നറിയപ്പെടുന്നത് AKG ആണ്. ഇതുപോലെ അപ്പോൾ AKG സെന്റർ എവിടെയാണ്? AKG സെന്റർ തിരുവനന്തപുരത്താണ്. AKG സെന്റർ തിരുവനന്തപുരത്തും. എന്നാൽ AKG ഭവൻ എവിടെയാണ്? AKG ഭവൻ ഡൽഹിയിലുമാണ്. AKG സെന്റർ തിരുവനന്തപുരത്തും AKG ഭവൻ ഡൽഹിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. എന്താണ്? പാർലമെന്റിന്റെ ആദ്യത്തെ അനൗദ്യോഗിക പ്രതിപക്ഷ നേതാവ് എന്നറിയപ്പെടുന്നത് AKG ആണ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ AKG ആണ്. അതുപോലെ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AKG ആണ്. AKG സെന്റർ തിരുവനന്തപുരവും AKG ഭവൻ എന്ന് പറയുന്നത് ഡൽഹിയുമാണ്. ഇനി ഇദ്ദേഹം എത്ര തവണ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട്? 5 തവണ ഇദ്ദേഹത്തിനെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട്. 5 തവണ ഇദ്ദേഹം MP ആയിട്ടുണ്ട്. ഇനി ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പറയാൻ പറ്റുന്നത് പട്ടിണി ജാഥ. പട്ടിണി ജാഥ ഏത് വർഷമാണ്? 1936. 1936 പട്ടിണി ജാഥ. 1936 ഏത് മുതൽ ഏത് വരെയാണ്? കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് പട്ടിണി ജാഥ. കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് പട്ടിണി ജാഥ. 1936 എന്തിനു വേണ്ടിയിട്ടാണ്? തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ്? AKGയുടെ നേതൃത്വത്തിൽ പട്ടിണി ജാഥ നടക്കുന്നത് 1936 കണ്ണൂർ മുതൽ മദ്രാസ് വരെ. ഇനി കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത് എന്നാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം 1930 ദണ്ഡി മാർച്ച് എന്ന് തൊട്ട് എന്ന് വരെയാണ്? 1930 മാർച്ച് 12 മുതൽ ഏപ്രിൽ 6 വരെയാണ്. ഏപ്രിൽ 6 ഗാന്ധിജി എന്താണ്? ദണ്ഡി കടപ്പുറത്ത് ഉപ്പ് കുറുകിക്കൊണ്ട് ഉപ്പ് നിയമം ലംഘിക്കുന്നത്. അങ്ങനെയാണ് നിയമലംഘന പ്രസ്ഥാനം. എന്നാൽ കേരളത്തിന് അതിനോടനുബന്ധിച്ച് ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത് എന്നാണ്? 1930 ഏപ്രിൽ 13. 1930 ഏപ്രിൽ 13 കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. 2 പ്രധാന കേന്ദ്രങ്ങളാണ്. ഏതൊക്കെയാണ്? പയ്യന്നൂരും കോഴിക്കോടും. പയ്യന്നൂരും കോഴിക്കോടാണ് 2 പ്രധാനപ്പെട്ട ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രങ്ങളെന്ന് പറയുന്നത്. പയ്യന്നൂർ നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? K. കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന K. കേളപ്പനാണ് പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കുന്നത്. പിന്നെ മറ്റൊരു കേന്ദ്രമായിരുന്നു കോഴിക്കോട്. കോഴിക്കോടിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? P. കൃഷ്ണപിള്ള, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, മൊയ്ത് മൗലവിയൊക്കെയാണ് കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇനി ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് AKG അറസ്റ്റ് ചെയ്യുന്ന ഏത് വർഷമാണ്? 1930. 1930 ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് AKG അറസ്റ്റ് ചെയ്യുന്നത്. 1930 AKGയുടെ അറസ്റ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ട്? ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് AKG അറസ്റ്റ് ചെയ്ത വർഷം 1930. ഇനി അടുത്തെന്ന് പറയുന്നത് 1931 എന്ത്? ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് ആരാണ്? AKG ആണ്. 1931 ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് AKG ആണ്. അപ്പം 30 ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്തു. 31 ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് AKG ആണ്. ഇനി അടുത്തത് 1938. 1938 തിരുവിതാംകൂർ ജാഥ. 1938
തിരുവിതാംകൂർ ജാഥ 1938 തിരുവിതാംകൂർ ജാഥ. ഇതിനർത്ഥം ആരായിരുന്നു? AKG ആയിരുന്നു. 1938 തിരുവിതാംകൂർ ജാഥ നേതൃത്വം AKG ആയിരുന്നു. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ തിരുവിതാംകൂർ ജാഥ നടക്കുന്നത്? നാട്ടുരാജ്യങ്ങളിലെ മർദ്ദനം അവസാനിപ്പിക്കുന്നതിനായിട്ട് ബന്ധപ്പെട്ടാണ് തിരുവിതാംകൂർ ജാഥ നടക്കുന്നത് 1938. ഇനി AKGയുടെ ആത്മകഥ എന്താണ്? എൻ്റെ ജീവിത കഥയാണ് AKGയുടെ ആത്മകഥ. എൻ്റെ ജീവിത കഥ. എൻ്റെ ജീവിത കഥയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്ന് അറിയപ്പെടുന്നത്. എൻ്റെ ജീവിത കഥയാണ് ആത്മകഥ. ഇദ്ദേഹത്തിൻ്റെ മറ്റ് ബുക്കുകൾ ഏതൊക്കെയാണ്? കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി, മണ്ണിനു വേണ്ടി ഞാനൊരു പുതിയ ലോകം കണ്ടു. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി, മണ്ണിനു വേണ്ടി ഞാനൊരു പുതിയ ലോകം കണ്ടു. ഇതൊക്കെ ആരുടെ രചനകളാണ്? AKGയുടെ രചനകളാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ എന്ന് പറയുന്നത്. ഇനി AKGയെ കുറിച്ചൊരു സിനിമയുണ്ടല്ലോ. AKGയെ കുറിച്ചിട്ടൊരു സിനിമയാണ് അതിജീവനത്തിന്റെ കനൽ വഴികൾ. അതിജീവനത്തിന്റെ കനൽ വഴികൾ എന്നറിയപ്പെടുന്നത് ആരുടെ സിനിമയാണ്? AKGയെ കുറിച്ചുള്ള സിനിമയാണ് അതിജീവനത്തിന്റെ കനൽ വഴികൾ. അതിജീവനത്തിന്റെ കനൽ വഴികൾ എന്നുള്ളത് ആരെക്കുറിച്ചുള്ള സിനിമയാണ്? AKGയെ കുറിച്ചുള്ള സിനിമയാണ്. AKGയെ കുറിച്ച് ഷാജി N കരുൺ സംവിധാനം ചെയ്ത സിനിമയാണ് അതിജീവനത്തിന്റെ കനൽ വഴികൾ. AKGയെ കുറിച്ചുള്ള സിനിമയാണ്. സംവിധാനം ഷാജി N കരുൺ. എന്നാൽ വേറൊരു കനൽ വഴികൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, വസന്തത്തിന്റെ കനൽ വഴികൾ. വസന്തത്തിന്റെ കനൽ വഴികൾ ആരുടെയാണ്? വസന്തത്തിന്റെ കനൽ വഴികൾ. അതിജീവനത്തിന്റെ കനൽ വഴികൾ ആരുടെയാണ്? AKGയെ കുറിച്ചുള്ള സിനിമയാണ്. ഷാജി N കരുൺ സംവിധാനം ചെയ്തു. എന്നാൽ വസന്തത്തിന്റെ കനൽ വഴികൾ എന്നുള്ള സിനിമ ആരുടെയാണ്? അനിൽ V നാഗപ്പൻ സംവിധാനം ചെയ്ത സഖാവ് എന്നറിയപ്പെടുന്ന P കൃഷ്ണപിള്ളയെ കുറിച്ചുള്ള സിനിമയാണ്. അപ്പം നമ്മൾ AKGയുടെ ആത്മകഥ എന്തെന്ന് പറഞ്ഞു? എൻ്റെ ജീവിതകഥ. അദ്ദേഹത്തിന്റെ ബുക്കാണ് മണ്ണിനു വേണ്ടി ഞാനൊരു പുതിയ ലോകം കണ്ടു, കൊടുങ്കാറ്റിന്റെ മാറ്റൊലി. പിന്നെ AKG ജനിക്കുന്നത് 1904 ഒക്ടോബർ 1, 1977 മാർച്ച് 22 അന്തരിച്ചു. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നു. ഇദ്ദേഹം ജനിക്കുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? AKG ആണ്. ഇനി അതുപോലെ പാർലമെന്റിൽ ആദ്യത്തെ അനൗദ്യോഗിക പ്രതിപക്ഷ നേതാവ് എന്നറിയപ്പെടുന്നത് AKG ആണ്. അതുപോലെ AKG സെന്റർ തിരുവനന്തപുരവും AKG ഭവൻ ഡൽഹിയുമാണ്. പിന്നെ തിരുവിതാംകൂറിൽ ഉത്തരവാദിത്ത ഭരണത്തിന് വേണ്ടിയിട്ട് പട്ടിണി ജാഥ നടത്തുന്നത് 1936 എവിടെ മുതൽ എവിടം വരെ? കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ്. ഇനി 1930 ഇദ്ദേഹത്തെ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്യുന്നത്. 1931 എന്ത് സമരം? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആയിരുന്നു. പിന്നെ അതുപോലെ 1937 തിരുവിതാംകൂർ ജാഥ നടത്തുന്നു. തിരുവിതാംകൂറിൽ ജാഥ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നാട്ടുരാജ്യങ്ങളിലെ മർദ്ദനം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരുവിതാംകൂർ ജാഥ 1938. ഇതൊക്കെയാണ് അപ്പം നമ്മൾ AKGയെ കുറിച്ച് പ്രധാനമായിട്ട് പറഞ്ഞത്. AKGയെ കുറിച്ച് ഇത്രയും കാര്യങ്ങളല്ല. ഇനി നിങ്ങൾക്ക് AKGയെ കുറിച്ച് ആഡ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്തായാലും നിങ്ങളത് ഒഴിവാക്കണ്ട. നിങ്ങളുടെ കമൻറ്റുകളായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇതിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നാലും ഒക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളായിരുന്നാലും നിങ്ങൾക്ക് അതിൽ അറിയിക്കാം. അപ്പം നമ്മൾ ഈ വർഷങ്ങളൊന്ന് നമ്മൾ ഏതൊക്കെ വർഷം? 1904 ഉണ്ടല്ലേ? 1904 ഉണ്ട്. അതുപോലെ 1977 ഉണ്ട്. വേറെ വർഷങ്ങളൊന്നും വിട്ടുപോയില്ലല്ലോ. 1938. ഈ വർഷങ്ങളൊന്ന് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോയാലോ? ഈ വർഷങ്ങൾ ഏകദേശമൊക്കെ പറഞ്ഞിട്ടുള്ള വർഷങ്ങൾ എന്നാന്ന് തോന്നുന്നു. എന്തായാലും ഈ വർഷങ്ങളൊന്ന് പെട്ടെന്ന് നമുക്ക് വർഷങ്ങളും കൂടെ പറഞ്ഞ് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. 1904 എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ട 1904 എന്ത് പ്രത്യേകതയുണ്ട്? ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ഗാന്ധിജി ആരംഭിക്കുന്നത് 1904. ഗാന്ധിജി ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ആരംഭിക്കുന്നത് 1904. അതുപോലെ ശ്രീമൂലം പ്രജാസഭ വരുന്നത് 1904. അതുപോലെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് 1904. അതുപോലെ AKG ജനിക്കുന്നത് 1904 ഒക്ടോബർ 1. പിന്നെ SNDPയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് 1909. SNDP രൂപീകരിക്കുന്നത് 1903 ആദ്യ സമ്മേളനം നടക്കുന്നത് 1904.
അതുപോലെ അഭിനവ് ഭാരത് സംഘം സ്ഥാപിക്കുന്നത് ആരാണ്? വി ഡി സവർക്കറാണ്. അഭിനവ് ഭാരത് സംഘം വി ഡി സവർക്കറാണ്. അത് 1904 അഭിനവ് ഭാരത് എന്ന സംഘടന രൂപീകരിക്കുന്നത് 1904. അതിന്റെ നേതാവാരാണ്? വി ഡി സവർക്കറാണ്. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം 1904. AKG ജനിക്കുന്നത് 1904. പിന്നെ ഫിഫ ആരംഭിക്കുന്നത് 1904. ഫിഫ വേൾഡ് കപ്പ് ആരംഭിക്കുന്നത് 1904. ശ്രീമൂലം പ്രജാസഭ 1904. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് 1904. പിന്നെ വിവേകോദയം പത്രം 1904. SNDPയുടെ ആദ്യത്തെ മീറ്റിംഗ് 1904. അഭിനവ് ഭാരത് എന്ന സംഘടന 1904. വി ഡി സവർക്കറാണ്. ഇനി നമുക്ക് അടുത്ത് പറയേണ്ട വർഷം 1930. 1930 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CV രാമന് നോബൽ സമ്മാനം കിട്ടുന്നത് 1930. പിന്നെ മാതൃഭൂമി ഡെയിലി ആകുന്നത് 1930 ഏപ്രിൽ 6. മാതൃഭൂമി ഡെയിലി ആകുന്നത് 1930 ഏപ്രിൽ 6. പിന്നെ ചിറ്റകവും ആയുധക്കൊള്ള നടക്കുന്നത് 1930 ഏപ്രിൽ 18. ചിറ്റകവും ആയുധക്കൊള്ള നടക്കുന്നത് 1930 ഏപ്രിൽ 18. ഏപ്രിൽ 18. ചിറ്റകവും ആയുധക്കൊള്ള ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മാസ്റ്റർ ഡാ എന്നറിയപ്പെടുന്ന സൂര്യസെന്നുമായിട്ട് ബന്ധപ്പെട്ടാണ്. മാസ്റ്റർ ഡാ എന്നറിയപ്പെടുന്നത് സൂര്യസെന്നുമായിട്ട് ബന്ധപ്പെട്ടാണ്. സൂര്യസെന്നാണ് മാസ്റ്റർ ഡാ എന്നറിയപ്പെടുന്നത്. സൂര്യസെന്നുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് ചിറ്റകവും ആയുധക്കൊള്ള. ഈ ചിറ്റഗോങ് എന്നാണ് ഇപ്പൊ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചിറ്റഗോങ് എന്ന് പറഞ്ഞത് ഇപ്പം ബംഗ്ലാദേശിലാണ്. ബംഗ്ലാദേശിലാണ് ഇപ്പം ചിറ്റഗോങ് ആയുധക്കൊള്ള നടക്കുന്നത് 1930. പിന്നെ സൈമൺ കമ്മീഷൻ ഏത് വർഷമാണ്? സൈമൺ കമ്മീഷൻ 1927. ഇനി സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1930. സൈമൺ കമ്മീഷനെ പ്രഖ്യാപിക്കുന്നത് 1927. ഇന്ത്യയിൽ എത്തുന്നത് 1928. അതുപോലെ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1930. നമ്മളുടെ 1930 പറയാൻ എന്താ കാര്യം? ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് AKG അറസ്റ്റ് ചെയ്യുന്നത് 1930. ഇനി അതുപോലെ OV വിജയൻ ജനിക്കുന്നത് 1930. OV വിജയൻ ജനിക്കുന്നത് 1930. വട്ടമേശ സമ്മേളനങ്ങൾ ആരംഭിക്കുന്നത് 1930. വട്ടമേശ സമ്മേളനങ്ങൾ ആരംഭിക്കുന്നത് 1930. പിന്നെ അതുപോലെ കേരള കലാമണ്ഡലം ആരംഭിക്കുന്നത് 1930 നവംബർ 9. കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നത് 1930 നവംബർ 9. പിന്നെ അതുപോലെ കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിക്കുന്ന 1930. കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിക്കുന്ന 1930. 1930 എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ട ടോൾ ഫ്രീ നമ്പറാണ്? സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ടോൾ ഫ്രീ നമ്പറാണ് 1930. സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ടോൾ ഫ്രീ നമ്പറാണ് 1930 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ 1930 കുറിച്ച് പറഞ്ഞത്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് 1931 ഉണ്ട് അല്ലേ? 1931 നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. ഗാന്ധി ഇർവിൻ സന്ധി, അതുപോലെ 2ാം വട്ടമേശ സമ്മേളനം, കറാച്ചി കോൺഗ്രസ്, യാചനയാത്ര, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് ഇവരെയൊക്കെ തൂക്കിക്കൊല്ലുന്നത് 1931. APJ അബ്ദുൽ കലാം ജനിക്കുന്നത് 1931 ഒക്ടോബർ 15. അതുപോലെ പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യയിലെ ശബ്ദചിത്രമാണ് ആലംമാര. ഈ ആലംമാര പുറത്തിറങ്ങുന്നത് 1930. അതുപോലെ വക്ക മൗലവി അന്തരിക്കുന്നത് 1931. വക്ക മൗലവി അന്തരിക്കുന്നത് 1931. ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദചിത്രം പുറത്തിറങ്ങുന്നത് 1931. ആദ്യത്തെ ശബ്ദചിത്രമാണ് ആലംമാര. ഇത്രയാണ് നമ്മൾ 31 ബന്ധപ്പെട്ട് പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് 1936 ആണ്. 1936 നമുക്ക് വളരെ പരിചയമുള്ളൊരു വർഷമാണ്. കേരളമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താ പറയാം? തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരം 1936. തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരം 1936. വൈദ്യുതി പ്രക്ഷോഭം നടക്കുന്നത് 1936. വൈദ്യുതി പ്രക്ഷോഭം 1936. നമ്മൾ ഇവിടെ പറയാൻ കാരണം എന്താണ്? 1936 AKG ആയിട്ട് ബന്ധപ്പെട്ട പട്ടിണി ജാഥ 1936. പട്ടിണി ജാഥ 1936. പിന്നെ ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ആരുടെയാണ്? ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അംബേദ്കറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി സ്ഥാപിക്കുന്നത് 1936. അപ്പം നമ്മൾ 1936 പറഞ്ഞാൽ ക്ഷേത്രപ്രവേശന വിളംബരം, വൈദ്യുതി പ്രക്ഷോഭം നടക്കുന്ന 1936. വൈദ്യുതി പ്രക്ഷോഭം നടക്കുന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ് വൈദ്യുതി പ്രക്ഷോഭം നടക്കുന്നത്. ആരൊക്കെയാണ് നേതാക്കൾ? ഈ ഇടയ്ക്ക് ചോദിച്ചായിരുന്നു. ഇക്കണ്ട വാര്യർ, BR കൃഷ്ണൻ എഴുത്തച്ഛൻ, ഇവരൊക്കെയാണ് വൈദ്യുതി പ്രക്ഷോഭമായിട്ട് ബന്ധപ്പെട്ട C കേശവൻ, ഇവരൊക്കെയാണ് വൈദ്യുതി പ്രക്ഷോഭമായിട്ട് ബന്ധപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത്. വൈദ്യുതി പ്രക്ഷോഭം നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് 1936. പിന്നെ പട്ടിണി ജാഥ 1936. പിന്നെ CP ദിവാനാകുന്നത് 1936. CP രാമസ്വാമി അയ്യർ ദിവാനാകുന്നത് 1936. പിന്നെ ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി 1936. ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ആരുടെയാണ് ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി?
അംബേദ്കറിൻ്റെയാണ് ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി. അംബേദ്കറിൻ്റെയാണ് ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള വർഷം 1938. 1938 കൂടെ ഒന്ന് നോക്കാം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് 1938. ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് പട്ടം താണുപിള്ള. ആദ്യത്തെ സെക്രട്ടറി ആരാണ്? അപ്പം PS നടരാജപിള്ള. ആദ്യത്തെ പ്രസിഡന്റ് പട്ടം താണുപിള്ളയും ആദ്യത്തെ സെക്രട്ടറി PS നടരാജപിള്ള. ഇനി അടുത്ത പോലെ നമ്മുടെ ദേശീയ തലത്തിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വരുന്നത് 1937. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി 1938. 1938 ഹരിപുര കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. 1937 ഹരിപുര കോൺഗ്രസ് സമ്മേളനം. ഹരിപുര എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസാണ്. അധ്യക്ഷൻ സുഭാഷ് ചന്ദ്രബോസാണ്. ഈ ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത് ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് 1938. ഇതിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? നെഹ്റു. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ആദ്യത്തെ ചെയർമാനാണ് ജവഹർലാൽ നെഹ്റു. ഇനി അതുപോലെ രാജധാനി മാർച്ച് 1938. രാജധാനി മാർച്ച് 1938. രാജധാനി മാർച്ച് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അക്കമ്മ ചെറിയാനുമായിട്ട് ബന്ധപ്പെട്ടാണ് രാജധാനി മാർച്ച് 1938. ഇനി അക്കമ്മ ചെറിയാനുമായിട്ട് ബന്ധപ്പെട്ട് 1938 വേറൊരു പ്രത്യേകതയും കൂടെ പറയാൻ പറ്റും. ദേശീയ സേവികാ സംഘം 1938. ദേശീയ സേവികാ സംഘം 1938. അക്കമ്മ ചെറിയാൻ. ഇനി അടുത്തത് കല്ലറ പാങ്ങോട് സമരം നടക്കുന്നത് 1938. കല്ലറ പാങ്ങോട് സമരം, കടക്കൽ സമരം, അതൊക്കെ നടക്കുന്നത് 1938. അതുപോലെ നെയ്യാറ്റിൻകര വെടിവയ്പ് നടക്കുന്നത് 1938. നെയ്യാറ്റിൻകര വെടിവയ്പ് നടക്കുന്നത് 1938. കല്ലറ പാങ്ങോട് സമരം 1938. അതുപോലെ കടക്കൽ സമരം 1938. ഈ കല്ലറ പാങ്ങോട് സമരവും കടക്കൽ സമരവും പറഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് പറയാൻ പറ്റും ഇതിൽ ആദ്യം നടന്നത് ഏതാണ്? കല്ലറ പാങ്ങോട് സമരമാണോ അല്ലെ കടക്കൽ സമരമാണോ? ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് വർഷത്തെയാണെന്ന് കോഡെന്ന് ഓർമ്മയില്ല, എന്തായാലും ഒരു ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ളത് ഇത് ഓർഡർ ചെയ്യാനായിരുന്നു. ഇങ്ങനെ കാലഗണനാക്രമം അനുസരിച്ച് ക്രമീകരിക്കാനാണ് ആ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. അതിൽ ഇത് രണ്ടും തന്നിട്ടുണ്ട്. നമുക്ക് വർഷം 1938 എന്ന് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇതിന് ആദ്യം നടന്ന ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റില്ല. അപ്പൊ ഇതിൽ ആദ്യം നടന്നത് ഏതാണ്? കടക്കൽ സമരമാണ് ആദ്യം നടന്നത്. കടക്കൽ സമരം 1938 സെപ്റ്റംബർ 26-നാണ്. 1938 സെപ്റ്റംബർ 26-നാണ് കടക്കൽ സമരം. കടക്കൽ സമരം 1938 സെപ്റ്റംബർ 26-നാണ് കടക്കൽ സമരം. കടക്കൽ സമരം. കടക്കൽ സമരം 1938 സെപ്റ്റംബർ 26. കല്ലറ പാങ്ങോട് സമരം 1938 സെപ്റ്റംബർ 30-നാണ്. കല്ലറ പാങ്ങോട് സമരം 1938 സെപ്റ്റംബർ 30-നാണ്. അപ്പൊ ആദ്യം നടന്ന ഏതാണ്? കല്ലറ പാങ്ങോട് സമരമല്ല, കടക്കൽ സമരമാണ് ആദ്യം നടന്നത്. 1938 സെപ്റ്റംബർ 26-നാണ് കടക്കൽ സമരം. ഇന്ന് കല്ലറ പാങ്ങോട് സമരമാണെങ്കിൽ 1938 സെപ്റ്റംബർ 30-നാണ്. സെപ്റ്റംബർ 30-നാണ് കല്ലറ പാങ്ങോട് സമരം ആദ്യം നടന്നത്. കടക്കൽ സമരം 1938 സെപ്റ്റംബർ 26-ന് കടക്കൽ സമരം, 1938 സെപ്റ്റംബർ 30-ന് കല്ലറ പാങ്ങോട് സമരം. പിന്നെ ഉത്തരവാദ പ്രക്ഷോഭം നടന്നത് 1938-ലാണ്. ദേശീയ സേവികാ സംഘം. പിന്നെ രാജധാനി മാർച്ച് 1938-ലാണ്. നെയ്യാറ്റിൻകര വെടിവയ്പ് നടന്നത് 1938-ലാണ്. ഹരിപുര കോൺഗ്രസ് സമ്മേളനം 1938-ലാണ്. അതിനോടനുബന്ധിച്ചാണ് രൂപീകരിച്ചത് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. പിന്നെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് 1938-ലാണ്. ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് പട്ടം താണുപിള്ളയും ആദ്യത്തെ സെക്രട്ടറി PS നടരാജപിള്ളയുമാണ്. ഇനി നമുക്ക് നോക്കേണ്ട വർഷം 1977-ആണ്. നമുക്കിനി പറയേണ്ട വർഷം 1977 എന്താ സംഭവിച്ചു? AKG അന്തരിക്കുന്നത് 1977-ആണ്. AKG അന്തരിക്കുന്നത് 1977-ആണ്. ഇനി 1977-ആയിട്ട് ബന്ധപ്പെട്ട് എന്തറിയാം? ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്നാണ്. ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് 1975 ജൂൺ 25-നാണ് അല്ലേ? 1975 ജൂൺ 25 അർദ്ധരാത്രി. അപ്പം ജൂൺ 26 എന്ന് പറയാം. 1975 ജൂൺ 25 അല്ലെങ്കിൽ ജൂൺ 26.
ജൂൺ 25-നാണ് ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഈ ആഭ്യന്തര അടിയന്തരാവസ്ഥ ക്യാൻസൽ ചെയ്യുന്ന എന്നാണ്, പിൻവലിക്കുന്നത് 1977 മാർച്ച് 21-നാണ് ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നത്. ഈ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആരുടെ കാലത്താണ്? ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. അന്നത്തെ പ്രസിഡന്റ് ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ഈ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നത് എന്നാണ്? 1977 മാർച്ച് 21-നാണ്. മാർച്ച് 21, 1977. ആര് പിൻവലിക്കുന്നു? അന്നത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള BD ജെട്ടി. ഈ BD ജെട്ടി എന്നുള്ളത് ഈയിടയ്ക്ക് ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബാസപ്പ ദാനവ ജെട്ടി ഈ ഇടയ്ക്ക് ചോദിച്ച 4ാമത്തെ പ്രിലിംസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. BD ജെട്ടി എന്ന് ഓപ്ഷനിലില്ലായിരുന്നു, ബാസപ്പ ദാനവ ജെട്ടി എന്നായിരുന്നു അന്നത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ 1977 പറയാൻ പോകുന്നത് ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന 1975 ജൂൺ 25, പിൻവലിക്കുന്നത് 1977 മാർച്ച് 21. BD ജെട്ടിയാണ് പിൻവലിക്കുന്നത്. അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? അന്നത്തെ പ്രധാനമന്ത്രിയാണ് ആദ്യത്തെ ജനതാ ഗവൺമെന്റ്, അതിന്റെ കോൺഗ്രസ് പ്രധാനമന്ത്രിയായിട്ടുള്ള മൊറാർജി ദേശായിയാണ് ഈ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പിൻവലിക്കുന്ന സമയത്തെ പ്രധാനമന്ത്രി. ഇനി അടുത്ത 1977 ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളതാണ് 42ാം അമെൻമെന്റ്, 42ാം ഭേദഗതി എന്നാണ് 1976. 42ാം ഭേദഗതി 1976 മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42ാം ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടാൻ കാരണം എന്താണ്? ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഭേദഗതിയാണ് 42ാം ഭേദഗതി എന്നാണ്. ഒരുപാട് കാര്യങ്ങൾ എന്താണ് അതിന്റെ പ്രത്യേകത പറയുമ്പോഴത്തേക്ക് ആമുഖം ആദ്യമായിട്ട് അമെൻഡ് ചെയ്യുന്നത് ഏത് വർഷമാണ്? 1976 42ാം ഭേദഗതി പ്രകാരമാണ്. ആക്ട് 2 പ്രകാരമാണ് ആമുഖത്തിലെ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തത്. അതുപോലെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നതാണ് അതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. ഈ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്ന 42ാം ഭേദഗതി നിലവിൽ വരുന്നത് 1977 ഏതാണ്? ജാനുവരി 3. 1977 ജാനുവരി 3-നാണ് ഈ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42ാം ഭേദഗതി നിലവിൽ വരുന്നത്. 1976 വന്ന 42ാം ഭേദഗതി നിലവിൽ വരുന്നത് എന്നാണ്? 1977 ഏത് ദിവസം? ജനുവരി 3-നാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ 1977 ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഏകദേശം വർഷങ്ങളെല്ലാം ആയി എന്നാണ്. ഏകദേശം വർഷങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ AKGയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1904 മുതൽ 1977 വരെയാണ്. അപ്പം നമ്മളിന്ന് AKGയെ കുറിച്ചുള്ള കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ AKGയെ കുറിച്ച് ആഡ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും നിങ്ങളെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക തന്നെ വേണം. എങ്കിലേ നമുക്ക് കൂടുതൽ നന്നാക്കാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനോ ഒക്കെ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റുകളിലൂടെ അറിയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആരും കമൻറ്റുകൾ ഇടാൻ മറക്കണ്ട. പുതിയ ക്ലാസ്സുകളായിട്ട് വീണ്ടും എത്തുന്നതാണ്. താങ്ക്സ്.